ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. എൻ കർത്താവിനെ മറ്റാരേക്കാളും വിശ്വസ്തൻ ആയോനേ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരേക്കാളും വിശ്വസ്തൻ ആയോനേ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദത്തെ, കൈവിരൽ പിടിച്ചെന്നെ നടത്തുന്നു. താഴെ വീഴാതെ എന്നെ താങ്ങിടും നാഥൻ, കൂടെ ഉള്ളതെന്നാശ്വാസം. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദത്തെ, കൈവിരൽ പിടിച്ചെന്നെ നടത്തുന്നു. താഴെ വീഴാതെ എന്നെ താങ്ങിടും നാഥൻ, കൂടെ ഉള്ളതെന്നാശ്വാസം. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. കഴിവല്ല നിൻ കൃപ മാത്രമേ, ഈ പേരും ഉയർച്ചയും നിന്ദാനമേ. എന്നെ നിർത്തിയ നിൻ കരുണ
ഉയർച്ചയും നിന്ദാനമേ എന്നെ നിർത്തിയ നിൻ കരുണയെ കൃപമേൽ കൃപയാൽ എന്നെ നിറയ്ക്കണേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ വാക്യം. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. താബോറിലെ 4 ശബ്ദങ്ങൾ നാം ധ്യാനിച്ചു വരികയായിരുന്നു. ഒന്നാമത്തെ ശബ്ദം ഇറ്റ് വാസ് ദി വോയിസ് ഓഫ് ഡിപ്പെൻഡൻസ്, പ്രാർത്ഥനയുടെ സ്വരം. രണ്ടാമത്തെ ശബ്ദം ഇറ്റ് വാസ് ദി വോയിസ് ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ ശബ്ദം. മൂന്നാമത്തെ ശബ്ദം ഇറ്റ് വാസ് ദി വോയിസ് ഓഫ് ഇഗ്നറൻസ്, അറിവുകേടിൻ്റെ സ്വരം, അറിവുകേടിൻ്റെ ശബ്ദം. പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാതെ ശീമോൻ പത്രോസ് പറഞ്ഞ സ്വരം ഇറ്റ് വാസ് ദി വോയിസ് ഓഫ് ഇഗ്നറൻസ്. നാലാമത്തെ സ്വരം ഇറ്റ് വാസ് ദി വോയിസ് ഓഫ് പ്രോവിഡൻസ്, ദൈവത്തിൻ്റെ സ്വരം. ഇറ്റ് വാസ് ദി വോയിസ് ഓഫ് ഡിവൈൻ പ്രോവിഡൻസ്, ദൈവത്തിൻ്റെ ശബ്ദം. എന്താണത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദമുണ്ടായി. എന്താണത് പറയാൻ കാരണം? ആ ശബ്ദം അപ്പോൾ വരാൻ കാരണം അറിവുകേടിൻ്റെ ശബ്ദം വന്നപ്പോൾ ദൈവം ഇടപെട്ടു. മോശയ്ക്കും ഏലിയാവിനും തുല്യമായി കാണേണ്ടവനല്ല എൻ്റെ പ്രിയപുത്രൻ. 3 കുടിലുണ്ടാക്കാമെന്നല്ലേ ശീമോൻ പത്രോസേ നീ പറഞ്ഞത്? ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. യേശുവിനൊരു കുടിലുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന് വിശുദ്ധന്മാരെല്ലാം അവിടെ ഉണ്ട്. പിന്നെ മോശയ്ക്ക് വേറൊരു കുടിലില്ല. മോശയ്ക്ക് സെപ്പറേറ്റ് എൻറ്റിറ്റി ഇല്ല. മോശയ്ക്ക് തനതായ വ്യക്തിത്വം ഇല്ല. ഏലിയാവിന് തനതായ സ്വന്തമായ വ്യക്തിത്വമില്ല. യേശുക്രിസ്തുവിന് കുടിലുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിന് പാർപ്പിടമുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിന് വിശുദ്ധന്മാർക്ക് അവിടെ ആവാസമുണ്ട്. ഞാനിരിക്കുന്നിടത്ത് എന്നെ സ്നേഹിക്കുന്നവരിയ്ക്കും, എന്നോട് കൂടെയുള്ളവരിയ്ക്കും. ഇതെല്ലാം കേട്ടവരല്ലേ ഈ ശിഷ്യന്മാർ? യേശു ഇരിക്കുന്നിടത്ത് തൻ്റെ പ്രിയപ്പെട്ടവരിയ്ക്കും. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കിയാൽ, സ്ഥലമൊരുക്കിയാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കിയാൽ, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശുവിന് ഇരിക്കാനിടമുണ്ടോ? സർവശത്തിന് ഇരിക്കാനിടമുണ്ടോ എന്നോ? യേശുവിന് ഇരിക്കാൻ സ്ഥലമുണ്ടോ? എങ്കിൽ അവിടെ ദൈവമക്കൾക്കും സ്ഥലമായി. യേശുവിനൊപ്പം പത്രോസ് തേജസ്സിൽ ഏലിയാവിനെ കണ്ടു, മോശയെ കണ്ടു. യേശുവിനൊപ്പം അവരെക്കുറിച്ച് ചിന്തിച്ചു പോയി. തേജസ്സുണ്ട് വിശുദ്ധന്മാർക്ക്, വിശുദ്ധന്മാർക്ക് വിശുദ്ധിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, സൂര്യന് തനതായ പ്രകാശമുണ്ട്, ചന്ദ്രന് തനതായ പ്രകാശമില്ല. സൂര്യൻ്റെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ ചന്ദ്രന്. യേശുവിന് ഇറ്റ് വാസ് ദി റേഡിയേറ്റിംഗ് ലൈറ്റ്. യേശുവിന് തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായ തേജസ്, റേഡിയേറ്റ് ചെയ്യുന്ന തേജസ്, നോട്ട് ദി റിഫ്ലക്റ്റിംഗ് ലൈറ്റ്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതല്ല. റേഡിയേറ്റിംഗ് ലൈറ്റ് ഉണ്ട്, റിഫ്ലക്റ്റിംഗ് ലൈറ്റ് ഉണ്ട്. സ്തോത്രം.
നിങ്ങൾക്ക് മനസ്സിലാകുന്നു? യേശുവിൻ്റെ പ്രകാശം, യേശുവിൻ്റെ തേജസ് ഉള്ളിൽ നിന്ന് വരുന്നതാണ്, വേറെ ആരിൽ നിന്നും പ്രതിബിംബിക്കുന്നതല്ല. യേശു ദൈവമാണ്, ക്രിസ്തു ദൈവമാണ്. അവൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. അവൻ ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാണ്. അവൻ നിത്യ തേജോമയനാണ്. ആർക്കും അടുത്തുകൂടാത്ത തേജസ്സിൽ വസിക്കുന്നവനാണ്. ക്രോബേമാലാഖമാർ വിറയലോടെ ആരാധിക്കുന്നവനാണ്. ശ്രോപ്പേമാലാഖമാർ, ആറാറുകളുള്ള ശ്രോപ്പയന്മാർ 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് കാല് മൂടി, 2 ചിറകുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആഘോഷിച്ച് മഹത്വപ്പെടുത്തുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിലർ ചിന്തിക്കും, അപ്പോൾ ഈ യെശയ്യാവ് ഇത് എഴുതുന്ന കാലത്ത് ഈ ശ്രോപ്പയന്മാർ, 6 ചിറകുള്ള ശ്രോപ്പയന്മാർ ആഘോഷിക്കുന്ന കാര്യം പറയുമ്പോൾ യേശുക്രിസ്തു ഇല്ലല്ലോ, യേശുക്രിസ്തു ജനിച്ചിട്ടില്ലല്ലോ. പിന്നെയും 750 കൊല്ലം മുമ്പ് കഴിഞ്ഞല്ലേ യേശു ജനിക്കുന്നത്. പിന്നെ എന്താ യേശുവിനെയാണ് ശ്രോപ്പയന്മാർ ആഘോഷിച്ചെന്ന് പറയുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു വാക്യം പ്രത്യേകം ശ്രദ്ധിക്കാം. യേശുവിൻ്റെ തേജസ്സിനെ യെശയ്യാവ് മുൻകൂട്ടി കണ്ടു എന്നാണ്. യേശുവിൻ്റെ തേജസ്സിനെയാണ് യെശയ്യാവ് മുൻകൂട്ടി കണ്ടതെന്നാണ് യോഹന്നാൻ 12-ാം അധ്യായം 38-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുന്നത്. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാനിട വന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. ആരുടെ തേജസ്? യേശുവിൻ്റെ തേജസ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് യേശുവിൻ്റെ തേജസ് കണ്ടു എന്നാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്. യേശു ജനിച്ചിട്ടില്ല. പിന്നെ 750 കൊല്ലം കഴിഞ്ഞാണ് യേശു ജനിക്കുന്നത്. യെശയ്യാവ് അന്ന് യേശുവിൻ്റെ തേജസ് കണ്ടു. കാരണം യേശുവും പിതാവായ ദൈവം ഒന്ന് തന്നെ. യേശുവും പിതാവായ ദൈവം ഒന്ന് തന്നെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 കുനോമാകൾ പള്ളിയിൽ. ഈ 3 കുനോമാകളെ ഓരോ പിതാവിനെക്കുറിച്ചും പുത്രൻ തമ്പുരാനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, ഓരോന്നായി പ്രത്യേക ശുശ്രൂഷകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും, നിങ്ങൾക്ക് ധ്യാനിക്കാൻ കഴിയും. ഓരോ ശുശ്രൂഷയും കഴിയുമ്പോൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കുറിയലായിസോ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ, കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മദ്ബഹായിൽ നിന്ന് കൽപ്പന വരും, ഈ ശക്തിയോടെ എഴുന്നേൽക്കാം. ശക്തിയോടെ എഴുന്നേൽക്കും. പരിശുദ്ധാത്മാവിന് ശക്തിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ എഴുന്നേൽക്കാം. നിർഭാഗ്യവശാൽ എന്താ ശക്തി എന്ന് വല്ലവരും പറഞ്ഞു തരുന്നുണ്ടോ? എന്താ ശക്തി? ശക്തി അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ ആരെയും കുറവ് പറയല്ല. അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ ശക്തിയോടെ എഴുന്നേൽക്കാമെന്ന് പറയും. എന്നാ ശക്തി? കുറിയലായിസ് എന്ന് പറഞ്ഞ് നിർത്തും, ആളുകൾ എഴുന്നേൽക്കും. ഞാൻ ഞങ്ങൾക്ക് എഴുന്നേറ്റുകൊണ്ടിരുന്ന ആളല്ലേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവജനമേ, നിങ്ങളുടെ കണ്ണ് തുറന്നേൽക്കൊള്ള. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ വെച്ച ആരാധനകളും ശുശ്രൂഷകളും പ്രമിയോനുകളും സദറകളും പ്രാർത്ഥനകളും അർത്ഥമെന്തെന്ന് പറഞ്ഞ് ഗ്രഹിച്ച് ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്ന അത്യാനന്ദം, അനുഭൂതി മധുരമാണ്. അത് അത്യന്തം ശ്രേഷ്ഠമാണ്. അത് ഹൃദ്യമാണ്. അത് ഉൾപ്പുളകം ചാർത്തുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പറയാൻ നേരമില്ലല്ലോ, ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് നിങ്ങൾ ചെവി കൊടുപ്പീൻ. മേഘത്തിൽ നിന്നൊരു ശബ്ദം. മോശയെയും ഏലിയാവിനെയും ഈ യേശുവിനെ നിങ്ങൾ തുല്യരായി കാണരുത്. പരിശുദ്ധന്മാർക്ക് അവരവരുടെ പ്രാധാന്യമുണ്ട്, ബഹുമാന്യതയുണ്ട്, ധന്യതയുണ്ട്. പരിശുദ്ധന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം തീർച്ചയായും. പക്ഷേ പരിശുദ്ധന്മാരെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവനേയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവനേയുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. ആരാധനയ്ക്ക് യോഗ്യൻ, പൂജനീയൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശുവിനെ നോക്കുക. വിശ്വാസികളുടെ പട്ടിക
എബ്രായർ 11-ാം അധ്യായത്തിൽ പറഞ്ഞു, അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, വിശ്വാസികളുടെ പട്ടിക മുഴുവൻ പറഞ്ഞതിന് ശേഷം സ്നേഹിതരെ, അപ്പോസ്തലനായ പൗലോസ് ആ 11-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ അത്ഭുതങ്ങൾ നടത്തി, അവർ വീര്യപ്രവൃത്തികൾ ചെയ്തു, മരിച്ചവരെ ഉയർപ്പിച്ചു, വൻ കാര്യങ്ങൾ നിവർത്തിച്ചു. പക്ഷേ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന് അവരെ പ്രശംസിച്ച് പറഞ്ഞിട്ട്, ആകയാൽ നാം സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നതിനുമായി യേശുവിനെ നോക്കുക. സ്തോത്രം. ആശ്രയിപ്പാൻ യോഗ്യനൊരുവൻ മാത്രം. പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് അർഹൻ ഒരുവൻ മാത്രം, പിറകെ പോകാൻ യോഗ്യനൊരുവൻ മാത്രം. വിശുദ്ധന്മാരായത് യേശുക്രിസ്തു മൂലമാണ്. ദൈവജനമേ, പിതാവായ ദൈവം പെട്ടെന്ന് ഇടപെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് നിങ്ങൾ ചെവി കൊടുപ്പീൻ. നിങ്ങൾ ശ്രദ്ധ പതറരുത്. മോശയിലേക്കും ഏലിയാവിലേക്കും ശ്രദ്ധ പോകരുത്. അവർ വചനം തന്നെങ്കിൽ അത് ഞാൻ കൊടുത്ത വചനം, സത്യമായും ദൈവം കൊടുത്ത വചനം. ഉത്തരവാദി ദൈവമാണ്. അവർ നിങ്ങൾക്ക് അരുളപ്പാട് തന്നോ? ഞാൻ കൊടുത്തതുകൊണ്ട്. സ്തോത്രം. അവരുടേതല്ല, വചനം എൻ്റേതാണ്. നിത്യനായ ദൈവം നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാവുന്ന കർത്താവും യോഹന്നാൻ 6 പറഞ്ഞു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവാണ്, അത് ജീവനാണ്. ക്രിസ്തുവിൻ്റെ വചനം. ക്രിസ്തുവിൻ്റെ വചനം പറയുന്നവരെ നിങ്ങൾ പൂജിക്കരുത്. വ്യക്തിപൂജകൾ പാടില്ല. ഹീറോ വർഷിപ്പ് പാടില്ല. കൾട്ടിൻ്റെ പിറകെ പോകരുത്. ഒരു കൾട്ടും പാടില്ല, ഒരു ഹീറോ വർഷിപ്പും പാടില്ല. ഹീറോ ഒരുവൻ മാത്രം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ സ്നേഹിതരെ, ഹീറോ ഒരുവൻ മാത്രം. അവൻ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. ഹല്ലേലൂയ. പൂർത്തി വരുത്തുന്നവൻ, എല്ലാം പൂർത്തീകരിക്കുന്നവൻ. എന്നാ അതിൻ്റെ അർത്ഥം? തുടങ്ങിത്തന്നവൻ പൂർത്തീകരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. തുടങ്ങിത്തന്നവൻ പൂർത്തീകരിക്കും. തുടങ്ങിയോ? അവനാണോ തുടങ്ങി തന്നത്? വിളിച്ചിറക്കിയത് അവനാണോ? വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. അവൻ വാക്കുമാറ്റം പറയുന്നവനല്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ പറഞ്ഞത് നിവർത്തിക്കും. നിന്നെ പൂർത്തീകരണത്തിലേക്ക് അവൻ എത്തിക്കും. ദൈവവേദലേ, നീ വാടണ്ട മോളെ, നീ അല്പം പോലും ക്ലേശിക്കണ്ട, നീ തളരണ്ട. ഈ പാപം എന്നെ വിട്ട് പോകുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞ് നീ നിരാശപ്പെടണ്ട. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ വേണ്ടാതനങ്ങൾ പലതും വരുന്നല്ലോ, വേണ്ട എന്ന് ചിന്തിച്ചിട്ട് പിന്നെയും ചിന്തകൾ ചുമ്മാ കയറി വരുന്നല്ലോ കർത്താവേ. മോനെ, നീ വലയണ്ട, നീ വിഷമിക്കണ്ട. നിനക്ക് ജയജീവിതമുണ്ട്. നിനക്കൊരു ജയജീവിതം കാത്തു നിൽക്കുന്നുണ്ട്. നിന്നെ പൂർത്തീകരണത്തിലേക്ക് എൻ്റെ കർത്താവ് നടത്തും. ഇന്നത്തെ കോപമെല്ലാം മാറും. നീ പ്രശാന്ത മോഹനമായ നല്ല ജീവിതത്തിലേക്ക്, ഭാവിയിലേക്ക് ഉദിച്ച് ചെല്ലും. നല്ലൊരു ഭാവി നിനക്ക് കിട്ടും. ലോകം മായയാണെന്ന് നിനക്ക് മനസ്സിലായി തുടങ്ങും. ഇന്നതൊന്നും പിടികിട്ടിയിട്ടില്ല, സാരമില്ല. എല്ലാം മായയല്ലേ. ഒരു സെക്കൻഡ് നേരം പോരെ പറന്നു പോകാൻ. ഒരു സെക്കൻഡ് എല്ലാം തീരാൻ എന്തൊരു നേരം വേണം? ഒരു സെക്കൻഡ് നേരം. ഹല്ലേലൂയ. എല്ലാം നിസ്സാരം, എല്ലാം ക്ഷണികം, വെറും നശ്വരം, വെറും താൽക്കാലികം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന മനോഹരമായ പണിപ്പാടുകൾ, സുന്ദരമായ ഉത്തുംഗ ഗോപുരങ്ങൾ, നല്ല നല്ല മണിപ്രാസാദ ജാലങ്ങൾ എല്ലാം താളടിയാകില്ലേ? എല്ലാം കത്തി അമരില്ലേ? മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയില്ലേ? ഭൂമി എന്നുള്ള പണികളും എന്തു പോവില്ലേ? എല്ലാം തീരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരില്ലേ? ദൈവജനമേ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. പക്ഷേ വിശ്വാസ നായകന് പൂർത്തി വരുന്ന യേശുവോ, അവൻ മാറില്ല. ആരെല്ലാം മാറിയാലും എൻ്റെ യേശു മാറില്ല. സഹോദരങ്ങളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, നിങ്ങൾ ഉറച്ചുകൊള്ളൂ. ഉടയവൻ മാറില്ല. വാക്ക് പറഞ്ഞവൻ മാറില്ല. അവനൊരു വാക്ക് പറഞ്ഞോ, നിവർത്തിക്കാൻ അവൻ ബന്ധപ്പെടും. അതിന് തന്നെ അവൻ നിർബന്ധമായി നിൻ്റെ കൂടെ നിൽക്കും. അവൻ തുടങ്ങി വെച്ചോ, പൂർത്തീകരിക്കും. നിന്നെ അനാഥനായി വഴി ഇട്ടിട്ട്, നിന്നെ ഏകനായി വിട്ടിട്ട് അവൻ പോവുകയില്ല. മനുഷ്യൻ മാറിപ്പോകും. മാറിയിടും മനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും,
മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും മാറ്റമില്ലാത്തവനിൻ മനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി മാറ്റമില്ലാത്തവനിൻ മനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന് ഒരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നാം ഒന്നുകൂടി വായിക്കുന്നു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീനെന്നൊരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു, കവിണ്ണു വീണു. യേശു അടുത്തിയെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ഏലിയാവിനെ കണ്ടില്ല, മോശയെ കണ്ടില്ല, യേശുവിനെ തനിയെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും ഏതെങ്കിലും ഒരു വീരപുരുഷൻ്റെ പിറകെ യാത്ര ചെയ്യരുത്, ഒരു ദൈവവേദൻ്റെ പിറകെ യാത്ര ചെയ്യരുത്, ഒരു നേതാവിൻ്റെ പിറകെ യാത്ര ചെയ്യരുത്, ഭൂമിയിൽ ആരെയും വീരപുരുഷനായി കാണരുത്. സഹോദരങ്ങളെ, നിങ്ങൾ മറക്കരുത്, ഒരേ ഒരു വീരപുരുഷൻ മാത്രം, ആ യേശുവിനെ മാത്രം നിങ്ങൾ കാണൂ. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ മറ്റാരെയും കണ്ടില്ല, വേറെ ആരെയും കാണുകയില്ല. ആരെല്ലാം ഉണ്ടെങ്കിലും മകനെ തക്ക സമയത്ത് തുണയായി എന്ന് വരണമെന്നില്ല. അല്ല, മരണം അരിച്ചരിച്ച് നിൻ്റെ മേൽ കയറുമ്പോൾ, മരണത്തിൻ്റെ തണുത്ത കരം നിന്നെ തലോടുമ്പോൾ, ദൈവവൈതലേ നീ മറക്കരുത്. അപ്പോൾ ആർക്കും നിന്നെ സഹായിക്കാൻ സാധ്യമല്ല, ഒരു ദൈവവൈതലിനെ സഹായിക്കാൻ സാധ്യമല്ല. ആർക്കും പ്രാർത്ഥിക്കാം, ദൈവത്തോട് പറയാം, കർത്താവേ കരുണ ചെയ്യണമേ പറയാം, കർത്താവേ കനിയണമേ അപേക്ഷിക്കാം. എന്നാൽ സഹായിപ്പാൻ ക്രിസ്തു മാത്രം, മരണനേരത്തും പിരിയാത്തവൻ അവൻ മാത്രം. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നുപോകും. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നുപോകും. പിരിയാത്തവൻ യേശു മാത്രം. ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എൻ്റെ സ്നേഹിതരെ, ആശ്രയിപ്പാൻ യോഗ്യനായവരെ നിങ്ങൾ ആശ്രയിപ്പീൻ, വിളിച്ചപേക്ഷിപ്പാൻ യോഗ്യനായവരോട് വിളിച്ചപേക്ഷിപ്പീൻ, അനുഗമിപ്പാൻ കൊള്ളാകുന്നതിൻ്റെ പിന്നാലെ നിങ്ങൾ പുറപ്പെടുവീൻ, അവനെ നിങ്ങൾ ആരാധിപ്പീൻ, അവനായി നിങ്ങളുടെ ഭാവി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവീൻ. പ്രിയപ്പെട്ടവരെ, അവനോട് നിങ്ങൾ വാക്ക് പറയുവീൻ. കർത്താവേ, ഈ ആയുസിൻ്റെ ഉത്തരവാദി നീയാണ്, ഈ ജീവൻ്റെ അവകാശി നീയാണ്, എൻ്റെ ആരോഗ്യത്തിൻ്റെ കാരണക്കാരൻ നീയാണ്, എൻ്റെ സൗഖ്യത്തിൻ്റെ നിദാനം നീയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഉടയവൻ നീയാണ്, എൻ്റെ സകല സമ്പത്തിൻ്റെയും അധിപതി നീയാണ്. നാഥാ, എൻ്റെ വിദ്യാഭ്യാസം നീ തന്നതാണ്, എൻ്റെ ഡിഗ്രി കർത്താവേ സ്വർഗത്തിൽ നിന്ന് മുദ്ര വെച്ച് തന്നതാണ്. കർത്താവേ, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വൈസ് ചാൻസലർ ഒപ്പിട്ട് തന്ന ആ ഡിഗ്രിയിൽ നിൻ്റെ തിരുരക്തം ചാർത്തിയാണ് നീ എൻ്റെ കയ്യിലേക്ക് തന്നത്. കാരണം എൻ്റെ പരീക്ഷ പാസ്സാക്കിയത് നീയാണ്. എൻ്റെ ദൈവമേ, നീയല്ലയോ എന്നെ ഇന്നുവരെ നടത്തിയത്? എൻ്റെ ദൈവമേ, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവായപ്പോൾ എന്നെ കണ്ടത് നീയല്ലേ? എൻ്റെ ദൈവമേ, അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവായിക്കൊണ്ടിരുന്നപ്പോൾ, ശരീരം രൂപപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ, അസ്ഥിപഞ്ജരം ഉളവായിക്കൊണ്ടിരുന്നപ്പോൾ നീയല്ലേ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്? നീയല്ലേ അന്ന് എൻ്റെ പേര് പറഞ്ഞത്? അന്ന് നീയല്ലേ എന്നെ നാഥ, നീയല്ലേ എന്നെ തിരഞ്ഞെടുത്തത്? നീയല്ലേ എന്നെ മുൻകൂട്ടി നിയമിച്ചത്?
ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം തേടി ഈ പാപിയാവെന്നെ. ഉടയവനെ, എന്നെ തന്നെ നിനക്ക് തരുന്നു. എൻ്റെ ആയുസ് നിനക്ക് തരുന്നു. എൻ്റെ ഭാവി നിനക്ക് തരുന്നു. എൻ്റെ ജീവിതം നിനക്ക് തരുന്നു. എൻ്റെ കുടുംബം നിനക്ക് തരുന്നു. എൻ്റെ ഭാവി, സമ്പൂർണ്ണ ഭാവി നിൻ്റെ കയ്യിലേക്ക് തരുന്നു. എൻ്റെ മക്കളെ നിനക്ക് തരുന്നു. എൻ്റെ സമ്പത്ത് നിനക്ക് തരുന്നു. എൻ്റെ വരുമാനം നിനക്ക് തരുന്നു. എൻ്റെ ചെലവിനങ്ങൾ നിനക്ക് തരുന്നു. നീ പ്രസാദിക്കാത്തൊരണു പോലും എനിക്ക് വേണ്ട. നീ പ്രസാദിക്കാത്തൊരാറ്റം പോലും എനിക്ക് വേണ്ട. യേശുവേ, നിൻ്റെ പ്രസാദം, നിന്നെ പ്രസാദിപ്പിച്ച് ഈ ആയുസ് തയ്ക്കണം. നിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരണം. നീ രാജാധിരാജാവായി നീ എഴുന്നള്ളി വരുമ്പോൾ വാനമേഘ തേരിൽ നിന്നെ എതിരേൽപ്പാൻ എനിക്കും പറക്കണം. വിശുദ്ധന്മാരുടെ നിരയിൽ എനിക്ക് എത്തണം. നിന്നെ ആരാധിക്കണം. ഉടയവനെ, എന്നെ തന്നെ നിനക്ക് തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഈ സമയത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും ഇവിടുന്ന് വാഴ്ത്തിയതിനായി സ്തോത്രം. വചനം കേട്ടവരുടെ മേൽ അവിടുത്തെ കരം വെച്ചതിനായി സ്തോത്രം. തിരുരക്തത്തിന്റെ അത്ഭുത ശക്തി ഓരോരുത്തരുടെ മേലും പകർന്നതിനായി സ്തോത്രം. ദുരാത്മ ബന്ധനങ്ങളെ അകറ്റിയതിനായി സ്തോത്രം. ശത്രുബാധകൾ നീക്കിയതിനായി സ്തോത്രം. ശാപദോഷങ്ങൾ മാറ്റിയതിനായി സ്തോത്രം. രോഗബാധകൾ മാറ്റിയതിനായി സ്തോത്രം. കുടുംബ സമാധാനം അയച്ചതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു കർത്താവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമേൻ.